വിഷ്വൽ ഡയറി വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു പ്രണയ സിനിമയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് തുടക്കത്തിൽ അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഏതെങ്കിലും വല്ല ഹൊററോ ആക്ഷൻ സിനിമയൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് അവസാനം എന്നെ ചീത്ത വിളിക്കരുത്. അപ്പോൾ അതുകൊണ്ട് പറയണം, ഇതൊരു പക്ക ക്രിഞ്ച് പ്രണയ സിനിമയാണ്. അപ്പോൾ ആ ക്രിഞ്ച് പ്രണയ സിനിമ കാണണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് കാണാവുന്ന ഒരു ഗംഭീര ലവ് സ്റ്റോറി ആയിട്ടുള്ള സിനിമയെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ കലങ്കർ എന്ന് പറയുന്ന ടി വി ഉണ്ടല്ലോ, കലങ്കർ TV, ആ ചാനലിൽ ഞാൻ വളരെ യാദൃശികമായിട്ട് കണ്ടൊരു സിനിമയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എനിക്ക് ആ സിനിമയുടെ ഡയറക്ടർ ആരാണെന്നോ മ്യൂസിക് ഡയറക്ടർ ആരാണെന്നോ ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് നടത്താനൊന്നും ഇപ്പോൾ പോയിട്ടില്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ ഒന്നും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ സിനിമ പരിചയപ്പെടുത്തി തരാം എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതിന് തന്നെ നിങ്ങൾ അതിന് ക്ഷമിക്കുക. കാരണം അതിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ പേര് ഞാൻ ഓർത്തു വെക്കാത്തതിന് സോറി. അതിന് തന്നെ അത് പറയാമെന്ന്. ഇനി നമുക്ക് സിനിമ ഏതാണെന്ന് പറയാം. നെഞ്ചിറുക്കും വരെ. ഈ സിനിമ മലയാളികൾക്ക് കുറച്ചും കൂടി സുപരിചിതമായിട്ട് നമുക്ക് തോന്നാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിനിമയുടെ മെയിൻ കഥാപാത്രം ചെയ്യുന്നത് നരേനാണ്. നമ്മളെ ക്ലാസ്മേറ്റ്സിലൊക്കെ ഉള്ള നരേനാണ് ഇതിൻ്റെ മെയിൻ കഥാപാത്രം ചെയ്യുന്നത്. നരൻ വളരെ മനോഹരമായിട്ട് ഈ സിനിമ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ നരൻ, അതുപോലെ തന്നെ നാസർ ഒക്കെയാണ് ഈ സിനിമയുടെ കഥാപാത്രങ്ങൾ. അതായത് സിനിമയിൽ അഭിനയിക്കുന്ന കുറച്ച് പേരിലുള്ള ആൾക്കാർ അവർ രണ്ടുപേരാണ്. പിന്നെ ആക്ട്രസിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആ 2-3 പേര് എന്തോ ആയിക്കോട്ടെ. അങ്ങനെ നെഞ്ചിറുക്കും വരെ, അതിൻ്റെ അർത്ഥം നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുന്ന ഇരിക്കുന്നത് നമ്മളെ ഹൃദയമുള്ളവരെ എന്നാണ് അതിൻ്റെ ഒരു മലയാളം. നെഞ്ചിറുക്കും വരെ എൻ്റെ ഒരു തമിഴിൻ്റെ ഒരു മീനിങ് മലയാളത്തിൽ മനസ്സുള്ളവരെ, ഹൃദയമുള്ളവരെ എന്നാണ്. എന്താണ് നെഞ്ചിറുക്കും വരെ? എന്താണ് ഈ ഒരു സിനിമയുടെ, ഈ ക്രിഞ്ച് സിനിമയുടെ കഥ? വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, വളരെ എന്താ പറയുക, സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്ന നായിക, വളരെ മോശാവസ്ഥയിൽ നിൽക്കുന്ന നായകൻ. അപ്പോൾ തന്നെ ക്രിഞ്ചായല്ലോ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം നോക്കുന്ന നായകൻ, അത്യാവശ്യം നല്ല രീതിയിൽ ലക്ഷറി ലൈഫ് ജീവിക്കുന്ന നായിക. ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നതും ആദ്യം കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും പിന്നെ ഇവർ തമ്മിൽ പ്രണയത്തിൽ അകപ്പെടുന്നതും, അതിനുശേഷം നായികക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നതും, അതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഈ ക്രിഞ്ച് സിനിമയുടെ കഥ നടക്കുകയാണ്. ഈ സിനിമയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും ഈ സിനിമയുടെ കഥ. ഈ സിനിമ നിങ്ങൾക്ക് കാണുമ്പോൾ, വിഷ്വലി നിങ്ങൾക്ക് ഈ സിനിമ കാണുമ്പോൾ നിങ്ങളെ ചിലപ്പോൾ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആക്കുന്ന ഒരു സിനിമയായിരിക്കും നെഞ്ചിറുക്കും വരെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ക്രിഞ്ചാണ് എന്ന് തോന്നിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ തോന്നിപ്പിക്കുന്ന ഒരു സിനിമയായിട്ടായിരിക്കും ഈ സിനിമ നിങ്ങൾ കണ്ടു തീർക്കുക. എനിക്ക് ഈ സിനിമ, ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലാണ് എനിക്ക് ഉൾപ്പെടുത്താൻ ഇഷ്ടം. എന്നെ ഭയങ്കര ഇമോഷണലി ഡൗൺ ആക്കിയ ഒരു സിനിമയാണ് നെഞ്ചിറുക്കും വരെ. ഈ സിനിമയിൽ എനിക്ക് വളരെ, ഈ സിനിമ അന്ന് ഞാൻ ചെറുപ്പത്തിലുള്ളപ്പോഴാണ് ഈ സിനിമ കാണുന്നത്. ഏകദേശം കുറേ വർഷമായി, 10 വർഷത്തിന് മുകളിലായി എന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് കാണുമ്പോഴും എൻ്റെ മനസ്സിൽ ഓർമ്മ നിൽക്കുന്ന ഒരു വരിയുണ്ട്. നീയേ എൻ ഇതയമടി, നീയേ എൻ ജീവനടി. ഇതാ സിനിമയിലെ വളരെ രസമുള്ളൊരു സോങ്ങാണ്. ആ പാട്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ സിനിമ കഴിഞ്ഞാലും നിങ്ങളെ മൈൻഡിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ്. നമ്മൾ ഒരുപാട് പ്രണയ സിനിമകൾ കണ്ടിട്ടുണ്ട്, മലയാളത്തിൽ, തമിഴിൽ, എല്ലാ ലാംഗ്വേജിലും കണ്ടിട്ടുണ്ട്. പക്ഷെ ചില സിനിമകൾ നമുക്ക് വളരെ ഫേവറേറ്റ് ആയിരിക്കും. ഇപ്പം മലയാളത്തിലാണെങ്കിലൊക്കെ നമ്മളൊരു ട്രൂ ലവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സംസാരിക്കുന്നത്, അത് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം എന്നൊക്കെ പറയുമ്പോൾ ജീവൻ കൊടുത്തും ആ പ്രണയത്തിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് പറയാം. ഞാൻ പറയുന്നത് ഒരു ഭയങ്കര പൈങ്കിളായിട്ടുള്ള ഒരു ക്ലീഷ് ആയിട്ടുള്ളൊരു ഡയലോഗ് ആണെങ്കിലും അങ്ങനെയാണ് ശരിക്കും. അപ്പോൾ ഒരു ജീവൻ കൊടുത്തും ഒരു പ്രണയിനിയെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം, ആ പ്രണയം നമ്മൾ എങ്ങനെ ഈ ഭൂമിയിൽ നിലനിർത്താം എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ് നെഞ്ചിറുക്കും വരെ. ഗംഭീര സിനിമയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളെ വളരെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു സിനിമയായിരിക്കും നെഞ്ചിറുക്കും വരെ എന്ന് പറയുന്ന ഈ ഒരു സിനിമ. ഇതിൻ്റെ എനിക്ക് സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ഇത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതുപോലെ തന്നെ ആക്ടിങ് വൈസ് ഒക്കെ എനിക്ക് വളരെ രസമായിട്ട് തോന്നിയൊരു സിനിമയാണ്. ഞാൻ പിന്നെ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ്, സിനിമാട്ടോഗ്രാഫി എന്നൊന്നും പറഞ്ഞിട്ട് വേർതിരിച്ച് പറയണമെന്നില്ല. നിങ്ങൾക്കൊരു പ്രണയ സിനിമ കാണണം, കുറച്ച് നേരം കരയണം, നമ്മളെ മൈൻഡിൽ കുറച്ച് നാൾ നിൽക്കുന്ന ഒരു പടമായിരിക്കണം. നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ കാണുമ്പോൾ സങ്കടമാവുന്ന ഒരാളാണെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സിനിമയാണ് നെഞ്ചിറുക്കും വരെ. നിങ്ങൾ ഈ സിനിമ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം എന്നാണ് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിൽ പുതിയൊരു സിനിമ, പുതിയൊരു ജോണർ പരിചയപ്പെടുത്തി തരാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരോടും ബൈ.